ഇപ്പൊ ഈ 2 ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടോ? അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ പെട്ടെന്ന് ചായ കുടിക്കുന്ന ആരെങ്കിലും കുടിക്കും, സിഗരറ്റ് കുടിക്കും, പോകും, കാര്യമൊന്നുമില്ല. ബാക്കിലുള്ള വീട്ടിലോട്ട് വന്നവരാണെങ്കിൽ എപ്പോ വരും നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സാധനം വരുന്നതെങ്കിൽ അവരൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഇന്നിപ്പോ അവിടെ പരിപാടിയൊന്നും നടക്കുന്നില്ല, കണ്ടില്ലേ? പരിപാടിയൊന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും 2ാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്കും 4-5 മിനിറ്റ് കിട്ടും. അപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിലോ? എടാ ഈ ചേട്ടാ വണ്ടി നിർത്തോട്ടെ. എടുത്തോ. എടാ സന്തോഷേ, നീ ആ കൊച്ചിന്റെ ഓപ്പറേഷൻ 1000 രൂപ എന്ന സ്നേഹം കൊണ്ട് പറയുമോ? ബൈക്കൊന്നും ഇങ്ങനെ വെച്ചിട്ട് പോലെ ആൾക്കാർ എടുത്തോണ്ട് പോകും കേട്ടോ. നീ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകും. ഓക്കെ ശരി ചേട്ടാ. അപ്പം ഈ പണിക്ക് വേണ്ടത് ക്ഷമയാണ്. കുറച്ചു നേരം കാത്തിക്കേണ്ടി വരും കേട്ടല്ലോ. നീ ആ ഷൈജു വെൽഫെയർ അസോസിയേഷന്റെ പേജ് ലൈക്ക് ചെയ്തോ? ഇല്ല. അതാദ്യം ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാട്ടാ. ബൈക്ക് വരുന്നുണ്ടോ? അടുത്തടുത്ത് ഇത് മതി ഉറപ്പിച്ചു. കണ്ടു, ഞാൻ കണ്ടു. നീ കാഷിലോട്ടേക്ക് ആവേശം കാണിക്കല്ലേ. നീ നേരത്തെ തന്നെ ഇവിടെ വന്ന് കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുമ്പോ നിന്റെ കളലക്ഷണം കണ്ടാ മനസ്സിലാക്കിയത് നീ ഇതിന് വന്നതെന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. നീ അവരെ ഗേറ്റിനകത്തോട്ട് പോയോ നോക്കിയേ. കേറിയോ? കാര്യോ എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുതുന്ന അവള് പറഞ്ഞടാ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാ. ഓക്കെ ഗുഡ്, അതെനിക്ക് ഓർമ്മ. പക്ഷെ ഇത് റിസ്ക് എടുത്ത് എന്നെ കാണാൻ അവള് വന്ന് അതും മറന്നു. ബസ്സില്ലേ ഞങ്ങള് കറങ്ങിയത് എന്റെ ബർത്ത്ഡേക്ക് അവള് അതെ സീനാക്കരുത്. എന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരിവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അവളോട് ഞാൻ സംസാരിച്ചതാ. നീ ഈ കോലത്തിൽ അവളോട് മിണ്ടണം. എന്നോട്ട് സംശയത്തോട് ചോദിച്ചാണ്ടാ ഒറ്റ കുതിച്ചതുണ്ടല്ലോ. എടാ നിന്റെ മുമ്പ് വെച്ചാൽ ഞാൻ അവളെ ഫോൺ ചെയ്യാറ്. ആരും ഉപയോഗിച്ചാണല്ലോ അവിടുത്തെ അവളാണ്. ഇന്നത്തെ ദിവസം നിന്റെ എടാ. അതെല്ലേ? താക്കോല അതിനകത്ത് വെച്ചോണ്ടാ മാറി പോയേക്കുന്നത്. എടുക്കട്ടെ എടുക്കട്ടെ. ഞാൻ ആരുമില്ല. കേറിക്കോ. കറണ്ടേ ഇപ്പഴത്തെ കറണ്ടേ. വിട്ടോ വിട്ടോ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. രക്ഷപ്പെട്ടോ. പോടാ. ഇതിലേതാ? അത് സ്റ്റാൻഡാ. അടിച്ചോ. വിട്ടോ വിട്ടോ. അടി പോട്ടെ 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 ഏട്ടാ ഇത് പോട്ടെ. ഏട്ടാ ഇത് സ്റ്റാർട്ടാവുന്നില്ലേട്ടാ. താക്കോൽ ഓണക്കട കവിത പട്ടി. മാറ് 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 മാറിങ്ങോട്ട്. താക്കോൽ സ്റ്റാർട്ടായി. വിട്ടോ വിട്ടോ വിട്ടോ. പിന്നെ ഇനി ഗിയർ എങ്ങോട്ടാ? മുമ്പോട്ടാ ബാക്ക്? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലേ? വണ്ടി ഓടിക്കാൻ അറിയാം. ഇത് ഹീറോ കൊണ്ട് ഒപ്പിച്ചുകൊണ്ടാണ് താഴോട്ട് കാലിനാണ് മേളോട്ട് തട്ടിക്കോ. വിട്ടോ 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 വിട്ടോ. എനിക്ക് ചാർജ് ചെയ്യാൻ സമയം വരാൻ പറ്റിയല്ല. നിന്നെയൊക്കെ പെണ്ണ് ഉപേക്ഷിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വണ്ടി വിടറാ. അവന്മാര് വരുന്നുണ്ടാ. ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. നോക്കി പോടാ. കൊള്ളാം. അമ്മേ ഛായ. ബാല, ആരത്? എന്താ രാവിലെ പരിപാടി? ആരാടാ? ഞാനേ ഇവിടെ 2 തെങ്ങടാൻ പോവാ. ഓ, രാവിലെ കുളിയും കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. പോയി വല്ല പണിയെടുത്ത് ജീവിച്ചുവിടാ. കഴിഞ്ഞ ആ മിസ്റ്റർ നായർ, രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊടുക്ക്. ആ ചേച്ചിയുടെ ഇടി വാങ്ങാതെ. വയസ്സ് കുറേ ആയല്ല. കുണുകുണുകുണൂന്ന് പറഞ്ഞ കൊല്ലം കൊണ്ട് നടക്കണം. അടങ്ങിയിരിക്കടാ. അല്ലിടൂ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ. ഇതൊന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് വേണം കുറച്ച് നല്ല മീൻ മേടിക്കാൻ. നിങ്ങൾക്ക് മീൻ വേണോ? വേണ്ട, ഇന്നലെ അവൻ ഇറച്ചി കൊണ്ടുവന്നിരുന്നു. ഓ, അത് നല്ലതാ. മീനിനൊക്കെ ഇപ്പൊ എന്താ വില. ഇറച്ചിയാ നല്ലത്. എടാ, നീ കല്യാണത്തിന് വരുന്നില്ലേ? നമ്മളില്ലാതെ എന്ത് കല്യാണം? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. ആരുടെയാടാ കല്യാണം? അയാളുടെ ആയിരിക്കും, എനിക്കറിയാമുള്ള. നീയല്ലേ കല്യാണത്തിന് പോകാൻ നിൽക്കുന്നേ? ഞാൻ ചുമ്മാ പറഞ്ഞ. ചുമ്മയോ? ഓ, നിന്റെ ഒക്കെ ഒരു ഭാഷ. എടാ, പിന്നെ ഞാനൊരു 100 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളെ നായരേട്ടാന്ന് വിളിക്കാൻ പാടില്ലെന്ന്. അമ്മേ,
നായരെ എന്ന് വിളിക്കുന്ന അയാൾക്ക് ഇഷ്ടമാണ്. ബഹുമാന പുരസ്കാരം ഞാൻ നായരട്ടാന്ന് വിളിക്കും. നായരെ എന്ന് വിളിച്ചിട്ട് ഞാൻ കുരുത്തക്കിടന്ന് മേടിക്കണല്ലോ. പ്രകാശ ആ? എന്തായി അമ്മന്റെ കല്യാണം തീരുമാനിച്ചോ? അത് നടക്കും തോന്നല്ല. ഇന്നലെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അതൊക്കെ നടക്കൂടാ, അവക്ക് നല്ലതേ വരും. അച്ഛാ അങ്ങോട്ട് ഞാൻ പറയട്ടെ, ജെറി വിളിച്ചിട്ടുണ്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവൻ്റെ വിളിക്കാം. ആ ഡോക്ടറെ എവിടെയില്ലേ, അവിടെ എന്ത് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഈ കൊളത്തിലാണ് പറഞ്ഞേ. നീ അതിന് ചായ കുടിക്കണെന്തിനാന്ന്? വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറണം. ഞാൻ പറഞ്ഞ വഴിക്ക് ജെറി വിളിച്ചേ. എപ്പോ പോണം? ദേ ഇപ്പൊ പോവാണ്. ആണോ? ആ ആ മതിയത് വാ. അമ്മ പോയിട്ടാ. നല്ല കോമഡിയാണ് ഇപ്പൊ വീട്ടില്. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ വീട്ടുകാർക്ക് നല്ല പ്രാന്ത. എനിക്കും തോന്നാറുണ്ട്. അപ്പൊ ആ അമ്മുന്റെ സ്റ്റാൻഡ് എന്താണ്? അവൾക്ക് അവനെ കെട്ടി മതി എന്ന് പറയണേ. കെട്ടിച്ചു കൊടുക്കണതാണ് നല്ലത്, കെട്ടിയിടുന്നതാണെന്ന് അമ്മ. ബെസ്റ്റ് അച്ഛനാ. വീടും സ്ഥലം വെക്കണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കില്ലെന്ന് അച്ഛൻ. അവിടെ ഒരു ലോജ് കുറവുണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാത്തിനും ലോചിക്കണ്ടല്ലേ. എനിക്ക് ചിരി വരുന്നേ നിന്റെ ആരും ഓർത്തിട്ടാ. നിന്റെ അതിനയുടെ കാര്യം വീട്ടിലറിഞ്ഞാണ്ടല്ല, നിന്നെ നിർത്തി കത്തിക്കും. ഓ അതിനുള്ളിൽ എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം കേട്ടാ. എനിക്കൊരു പേരെടുക്കണം. ഉണ്ടാക്കാം. ഈ കാർ കച്ചവടം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കില്ലാട്ടാ. നമുക്ക് വേറെ എന്തെങ്കിലും നല്ല പരിപാടി എന്തെങ്കിലും പിടിക്കണം. ഈ കാർ കൊടുത്തതിന് 25,000 രൂപ കിട്ടും. ഒരു മാസം നമ്മൾ 3 കാർ കൊടുക്കുന്നു. അപ്പൊ ആളാം വീതം 25-30 രൂപ നമുക്ക് കിട്ടും. എങ്ങോട്ട്? കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഇത് ആദിത്യാണ്. എടാ നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി കയറ്റായിരിക്കും. നീ നോക്കിക്കോ, എല്ലാം ശരിയോ. ഓ എന്ത് പതിവാ വള്ളികള്. ഇതെന്താ പറയണത്? ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട പോയോ. ഇത് നോക്കിട്ട് കാര്യ നോക്കണ്ടാന്ന്. വട്ട എനിക്കില്ല, അവർക്ക്. ഇത് കഥയില്ലാത്ത കഥയാണപ്പാ. പിള്ളേര് കേട്ടോണ്ടിരിക്കുക. ചെല്ല്. ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. ദുബായിലൊരു ജോലി ശരിയാവുന്നുണ്ട്, നിനക്ക് നോക്കണോ? നമ്മുടെ രാജേഷ് ഇപ്പൊ അവിടെ ആണല്ലോ. അവിടെ പോയി കുറച്ചാൾ ജോലി എടുത്താൽ ലൈഫ് സെറ്റിൽ ആവുന്നേ. ഇവന്റെ കൂടെ പഠിച്ച ഒരുത്തനില്ലേ, സ്കൂളിൽ വെച്ച ഒരു അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ, അവനിപ്പോ എത്ര ശമ്പളം എന്നറിയോ? 72,000 ഫ്ലാറ്റും. അതൊക്കെ നിനിപ്പ പറയണേ. ഇപ്പൊ പറഞ്ഞാലെന്താ, നിനക്ക് കേട്ടൂടെ? രാവിലെ അവന് തണ്ടാൻ ഇറങ്ങിക്കുള്ളൂ, ബാക്കിയുള്ള കണ്ടോ ഇവളുടെ തോന്നിയാസം? പ്രേമാണത്രേ, അത് ഏതോ ജാതി. എന്താ ചെയ്യാ? നമ്മുടെ ജാതി എന്താ, അവന്റെ ജാതി എന്താ? നമ്മുടെ സ്റ്റാറ്റസ് എന്താ, അവന്റെ സ്റ്റാറ്റസ് എന്താ? എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഈശ്വരാ, ഇവക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എന്തെങ്കിലും ചോദിച്ചാൽ തർക്കുത്തരമാണ് പറയണത്. ബാല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ. അതെന്താ അവക്ക് മനസ്സിലാവാത്തത്? അവക്ക് വലിയ വലിയ കുടുംബത്തിൽ നിന്ന് നല്ല ആലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത്. അവന് നല്ല സ്വഭാവമാണ്. അടിച്ചിന്റെ മോന്തകല്ലേ പൊളിക്കും. കണ്ടോ, ഈ സ്വഭാവം അവനില്ല. ഇവളെ ഞാൻ എങ്ങനെ വളർത്തി വലുതാക്കിയെന്ന് അറിയാമോ? കൂട്ടിയിട്ടാ വളർത്തിയത്. ആയിരിക്കും. പട്ടികളെ പോലും ഇപ്പൊ കൂട്ടിയിടാറില്ല. പറയുന്ന നോക്ക്. ഞാൻ ആരുടെ കൂടെ ജീവിക്കണേ തീരുമാനിക്കാനുള്ള അവകാശം പോലും ഇല്ല. എന്നിട്ട് അവിടെ ജാതിയും ജാതകവും ഒക്കെ നോക്കിയിട്ടുള്ള അവകാശങ്ങളൊക്കെ മതി. ജാതകം നോക്കിയപ്പോ വലിയ കുഴപ്പങ്ങളാണ് കാണുന്നത്. ഒരിക്കലും ചേരാൻ പാടില്ല എന്നാ പറയുന്നേ. പാണ്ടിലോറി കയറി ചാവാളുടെ യോഗം ഉണ്ടെന്നാ പറയുന്നേ. 4 വർഷം മുമ്പേ ഏട്ടൻ ഗൾഫിൽ പോന്ന് പറഞ്ഞ് ജോത്സന. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് പോലും പുറത്താൻ പറ്റിയിട്ടില്ല. ദൈവം എന്തിനാണ് ഈ ജാതി മതമൊക്കെ ഉണ്ടാക്കിയത്? എല്ലാത്തിനും അതിന്റെ ഒരു ഇതില്ലേ ബാല? ദൈവം ഉണ്ടാക്കിയതാണത്രേ. ദൈവം എന്താ സൈക്കോ ആണ് അതൊക്കെ ഉണ്ടാക്കാൻ? അസത്തെ, ഇനി ദൈവദോഷം വരുത്തി വെച്ചോ, ഈ കുടുംബം മുടിഞ്ഞു ഓടി. എന്നാ പിന്നെ എന്തിനാ എന്നെ വെക്കിട്ടായിരുന്നേ? ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാ പോരെ? ബാല, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കും? ഇവളുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത്? ഇവക്ക് വേണ്ടിട്ടല്ലേ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ? ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ചാശിച്ചുണ്ടായത് ഒരു വാഴയായി പോലും എന്റെ ദൈവമേ. കേറി പോളി.